ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനാണെങ്കിൽ ഇന്ന് നമ്മുടെ കിച്ചൺ ഗാർഡൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുളകും കുറച്ച് തക്കാളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അത് നട്ടുകൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രോ ബാഗ് തീർന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ തടം എടുത്ത് പറമ്പിൽ തന്നെ നട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് നനച്ചും അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുത്താലും മതിയല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ തടം എടുത്തു. തടത്തിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വളങ്ങളും ചേർത്തിട്ടില്ല, എന്ന് പറഞ്ഞാൽ ചാണകം പോലും ചേർത്തിട്ടില്ല. പകരം ആ തടം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതായത് കരിയില കൂടുതൽ വരുമ്പോൾ നമ്മൾ പറമ്പിൽ എവിടെയെങ്കിലും ആ കരിയില കുറച്ച് മണ്ണിട്ട് മൂടി വെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും നടുന്നത്. അങ്ങനെ തടം എടുത്തിട്ടുന്നതാണ്. അപ്പം കരിയില കമ്പോസ്റ്റ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിനടിയിലുള്ളത്. ആ കരിയിലയും ഒരു 2-3 ആഴ്ചത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബുള്ളറ്റ് മുളകും സാധാരണ തക്കാളിയാണ് കേട്ടോ എൻ്റെ ഇപ്പം ഇരിക്കുന്നത്. അതാണ് വളർന്നിരിക്കുന്നത്. അപ്പം ഞാൻ അത് രണ്ടും കൂടി നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഓരോരോ സ്റ്റേജിൽ മാനുവർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ എല്ലാവരും ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ശർക്കരയും മെയിൻ വേസ്റ്റും യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഞാൻ അത് മാത്രമല്ല, എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോയി കാണണം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയണേ. പിന്നെ നമുക്ക് എന്ത് ഓയിൽ കേക്ക് വേണമെങ്കിലും, അതായത് ഇപ്പം നമ്മുടെ കടലപ്പിണ്ണാക്കാണെങ്കിലും അല്ല വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും ഒക്കെ ഓയിൽ കേക്ക്സ് എന്നാണ് എന്നെ പറയുന്നത്. അപ്പം ഈ പിണ്ണാക്കുകളൊക്കെ നമുക്ക് 3 ദിവസം മതി അത് പുളിച്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ 3 ദിവസം പുളിച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതും വളമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പച്ചച്ചാണകം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് കൊന്നപ്പത്തലിൻ്റെ ഇലയും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ അതും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഏറ്റവും, അതായത് പൂ ഇടുന്നതിന് തൊട്ട് മുന്നേ വരെ ഏറ്റവും നല്ല മാനുവർ എന്ന് പറഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് തന്നെയാണ്. ഏറ്റവും നന്നായിട്ട്, അതായത് ആ പ്ലാന്റ് നന്നായിട്ട് വളരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഈ ഫിഷ് അമിനോ ആസിഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ചാണകവും പിന്നെ ഗോമൂത്രം കിട്ടുവാണെങ്കിൽ അതും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലെ പറമ്പിലൊക്കെ നടുമ്പോഴത്തേക്കും അത്യാവശ്യം തണൽ കുറവുള്ള, അതായത് നല്ല വെയിലെടുക്കുന്നിടത്താണെങ്കിൽ ഇതിനൊന്ന് ഇത് തടം ഇട്ടു മറ്റേ ഈ കരിയില ഇട്ട് വെക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വെച്ചിട്ട്, ഒത്തിരി വെയിൽ